നമ്മൾ പത്തനംതിട്ട കോന്നിയിൽ നടത്തുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് വീട്ടിൽ പോയി ചോദിക്കടാ. വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന നാടകം. ഈ നാടകത്തിന്റെ കഥ, കഥാപാത്രം, സംവിധാനം, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം നമ്മുടെ മുഖ്യനാണ്. മുഖ്യൻ കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പോയിരുന്നു. ഇവിടെ നമ്മുടെ കോന്നിയില്, നമ്മുടെ നാടാ, അവിടെ പോയിരുന്നു. അവിടെ പോയതിനു ശേഷം അവിടെ വെച്ച് ഈ പറയുന്ന നമ്മുടെ മുഖ്യൻ ചേട്ടൻ അങ്ങോട്ട് പ്രസംഗിച്ചു. പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ പാർട്ടി പ്രവർത്തകൻ തന്നെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനായിട്ട് വന്നപ്പോൾ പറയുകയാണ്, നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയിടാ എന്ന്. അപ്പോൾ ഈ പറയുന്ന ദാസപ്പൻ ഉണ്ടല്ലോ, ഈ ദാസ് എന്ന് പറയുന്ന ഈ ചോദ്യം ചോദിക്കാൻ വന്ന വ്യക്തി, പുള്ളിക്കാരന്റെ പേര് ദാസ് എന്നാണ് കേട്ടോ, അട്ടച്ചാക്കൽ സ്വദേശിയാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ ഒരു എക്സ്പ്ലനേഷനും കൊണ്ട് വന്നിട്ടുണ്ട്. അടിമ എന്ന് പറഞ്ഞാൽ അതാണ് അടിമയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറയുന്ന മുഖ്യൻ പറഞ്ഞ ആ കാര്യം ആദ്യം നിങ്ങളൊന്ന് കേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ദാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് കേൾക്കാം. നിങ്ങള് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ, ഇവിടെ മുഖ്യം പറയുന്നത് കേരളത്തിന്റെ ആവശ്യം വളരെ അധികമാണ്, പക്ഷെ അതൊക്കെ നിറവേറ്റണമെങ്കിൽ നമ്മുടെ കാശില്ല. നമ്മൾ വെറും എന്താ പറയുക, പിച്ച എടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്നാണ് നമ്മുടെ മുഖ്യം പറയുന്നത്. ഓക്കെ, പിച്ചയായി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് മുഖ്യം തന്നെ അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മുഖ്യം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ചോദ്യം ചോദിക്കാൻ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോഴത്തേന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യ, നിങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വോട്ടിനായിട്ട് വരുമല്ലോ, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ മതിയോ? അതാണോ ഉദ്ദേശിച്ചത്? എങ്ങനെയായാലും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നിങ്ങളൊക്കെ ഈ വോട്ടിന്റെ സമയത്ത് മാത്രമേ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കൂപ്പി എനിക്ക് വോട്ട് ചെയ്യണേ, എന്നെ വിജയിപ്പിക്കണമേ, ഞാൻ ഇവിടേക്ക് അങ്ങ് ഇതുണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞ് വരുത്തുള്ളൂ. അല്ലാതെ ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളോട് പറയാം വീട്ടിൽ പോയി ചോദിക്കാൻ. അല്ലാത്ത സമയം ഞങ്ങളുടെ വീട് തിരക്കി നിങ്ങൾ വരും. എന്തിന്? വോട്ട് മേടിക്കാൻ അല്ലേ? അതിപ്പോ ഏത് പാർട്ടി ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ